Happy Mama Kisses. വലുതാണത്. ഹലോ, ഹാപ്പി മൊമെൻറ്റ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ആക്ടിവിറ്റി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാവും. ഇപ്പോൾ ഈ ഒരു ആപ്പിൾ മരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇതിൽ എത്ര ആപ്പിളുണ്ട്, ഒന്ന് നമ്പർ കൺസെപ്റ്റ് പഠിപ്പിക്കാം. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ കളർ എന്താണ്, അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഓറഞ്ച് മരം. അപ്പോൾ നമുക്ക് ഒരു ചാർട്ടിൽ തന്നെ ഇങ്ങനെ എന്താ വെച്ചാൽ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിലൂടെ കുറേ ഫ്രൂട്ട്സ് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ താഴെയുള്ള ആപ്പിള് ചെറുതാണോ വലുതാണോ, അങ്ങനെ മേലെയുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ആപ്പിളാണോ വലുതാണോ ആ ഒരു തരത്തിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുറേ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വലിയ ആപ്പിൾ എവിടെ? പിന്നെ പിന്നെ ചെറുതോ? ചെറുത് അല്ലേ, ചെറിയ ആപ്പിൾ ഉണ്ട് അല്ലേ. ചെറിയ ആപ്പിൾ ഉണ്ട്, പിന്നെ വലിയ ആപ്പിളുണ്ട്. ഇതെന്തു മരാ? എത്ര ഓറഞ്ച് ഉണ്ട്? മാംഗോന്റെ കളർ എന്താ? അത് വലുതാണോ ചെറുതാണോ? വലിയ മാങ്ങ അല്ലേ. ആപ്പിൾ മാത്രം എടുത്ത് വെക്കേ. ഈ കൊട്ടേന്ന് ആപ്പിൾ മാത്രം എടുത്ത് വെച്ച്, ആപ്പിൾ മാത്രം എടുത്തിട്ട് വെക്കണേ. അതെന്ത് ആപ്പിളാ? വലിയ ചുവപ്പ് ആപ്പിളല്ലേ. വലുതാണത് ആപ്പിള്. ആറ് ഓറഞ്ച് അല്ലേ. ഓറഞ്ച് ഇന്ന കൊട്ടയ്ക്ക് ഇട്ടാ. ഇനി ചെറിയ ഓറഞ്ച് വേണം കേട്ടോ. ഇനി ചെറിയ ഓറഞ്ച് കൊട്ടയിലിട്. ഇനി വലുത്, ഇനി വലുത്, ഇനി ചെറുത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന് ആകെ വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് കുറച്ചും കൂടി കട്ടിയുള്ള ബോക്സസ് ആണ്. ചാർട്ട് പേപ്പറിനെക്കാട്ടിലും കട്ടിയുള്ളത്. പെട്ടെന്ന് അത് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കട്ടിയുള്ള എടുക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ അതും ആ ഒരു ഷേപ്പിൽ നമുക്ക് വേണ്ട ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് കളർ കൊടുക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്തത് വെൽക്രോ ആണ്. അപ്പം വെൽക്രോ ഡോട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ സാധാ വെൽക്രോ ആണ് എടുത്തത്. അപ്പോൾ വെൽക്രോ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വെൽക്രോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഫ്രൂട്ട്സിലും അതുപോലെ തന്നെ ഒരു ഭാഗം നമുക്ക് ആ ചാർട്ടിലും ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും താങ്ക് യു.